ആദ്യം എൻ്റെ പച്ചക്കറി കൊട്ട കണ്ടോ, ഇതിലേക്ക് കോളിബൂഹി എന്നാണ് കായയുടെ പേര്. ഒരു സാമ്പാർ റെഡിയാക്കാം. കോളിബൂഹി എന്നാണ് ഇതിൻ്റെ പേര്. 2 തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായി, എടുത്തതിന് ബാക്കിയാണ് ഉള്ളി, ഒരു ഉള്ളിയുടെ പകുതി, തേങ്ങയും കൂടി അരച്ച്, തേങ്ങ ഒരു വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചിട്ട് ആദ്യം അരപ്പ് റെഡിയാക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അല്പം പുളിയും കൂടി കൂട്ടി അരയ്ക്കുമ്പോൾ പുളി സെപ്പറേറ്റ് പിഴിയാണ്ട് കഴിഞ്ഞു. പുളിയും കൂടി കൂട്ടി അരച്ചെടുത്തിട്ട് വരാം. കൊട്ടയിൽ തന്നെ കഴുകി എടുക്കാൻ നല്ല സുഖമാണ്. ഓട്ടയിൽ കൂടെയൊക്കെ വെള്ളം അങ്ങനെ പൊയ്ക്കോളും. കണ്ടോ, വെള്ളം പോകാനും സുഖമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ട് ഇങ്ങനത്തത്, നോക്കി പഠിക്കാം. പിന്നെ കായ അരിഞ്ഞു വെച്ചു, കഴുകി വന്നതാണ്. ഇത് മൂക്കാത്ത കായ വേണം എടുക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കായ്ക്ക്. കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വന്നു. കണ്ട ഉരുളക്കിഴങ്ങ് ഇത് നാരില്ലാത്തത് നോക്കി പോയിരിക്കണ്ട. ചിലത് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു നാര് വരും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ആ പച്ചക്കറികളൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെന്ത് വരട്ടെ. വിസിൽ മൂടി വയ്ക്കാം. രണ്ട് വിസിൽ വരട്ടെ. ഇനി ഒരു താളിപ്പ് ശരിയാക്കാം. അതിൽ കുറച്ച് പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വരാം. എണ്ണ ചൂടായി വരട്ടെ. നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കാം. ചേർത്തിട്ട് സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത്. സാമ്പാർ പൗഡർ ചേർത്ത് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അരപ്പും കൂടി ഒഴിക്കാം. പാകത്തിന് മല്ലിയില ഇട്ട് കൊടുത്ത്